അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വിശ്വാസിയുടെ ദിശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ ഖിബ്ലയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ സാധാരണ കിടന്നുറങ്ങുമ്പോഴും അതുപോലെ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത സമയത്ത് ഇരുന്നും കഴിയാതെ വരുമ്പോ കിടന്ന് നിസ്കരിക്കുന്ന സാഹചര്യത്തിലും മരണാസന്നനായ രോഗിയെ കിടത്തുമ്പോഴും മയ്യത്തിനെ കിടത്തുമ്പോഴും അതുപോലെ ഖബറിൽ ഇറക്കി വെക്കുന്ന സമയത്തെല്ലാം ഖിബ്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മയ്യത്ത് ഖബറടക്കിയ ശേഷം ഖിബ്ല തെറ്റിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മയ്യത്തിനെ പുറത്തെടുത്ത് ഖിബ്ല ശരിയാക്കൽ നിർബന്ധമാണെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 രൂപമാണ് ഖിബ്ലക്ക് അഭിമുഖമായി കിടക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. 1, തലഭാഗം വടക്കോട്ടും കാൽഭാഗം തെക്കോട്ടുമായി വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് ഖിബ്ലക്ക് അഭിമുഖമായി കിടക്കുക. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. 2, തലഭാഗം തെക്കോട്ടും കാൽഭാഗം വടക്കോട്ടുമായി ഇടതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് ഖിബ്ലക്ക് അഭിമുഖമായി കിടക്കുക. ഇത് 2ാമത്തെ രൂപം. ഇത് രണ്ടിനും കഴിയാതെ വരുമ്പോ കാൽഭാഗം ഖിബ്ലയുടെ ഭാഗത്തേക്കും തലഭാഗം എതിർദിശയിലേക്കും തിരിച്ച് മലർത്തി കിടത്തി തല അല്പം ഉയർത്തിവച്ച് മുഖം കൊണ്ട് ഖിബ്ലക്ക് മുന്നിടുന്ന രൂപമാണ് 3ാമത്തെ രൂപം. ഇതിൽ 1ഉം 2ഉം രൂപം ഖിബ്ലക്ക് കൂടുതൽ മുന്നിടുന്നത് കൊണ്ട് ഈ 2 രൂപത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത. അത് കഴിഞ്ഞാണ് 3ാം രൂപത്തിന് സ്ഥാനമുള്ളത്. എന്നാൽ മയ്യത്തിനെ കിടത്തുന്ന സമയത്ത് ഈ 1ഉം 2ഉം രൂപം പ്രയാസമായതുകൊണ്ട് മയ്യത്തിനെ മലർത്തി കാല് ഖിബ്ലയുടെ ഭാഗത്തേക്കും തല എതിർഭാഗത്തേക്കും വരുന്ന രൂപത്തിൽ മലർത്തി കിടത്തി തല അല്പം ഉയർത്തി വയ്ക്കുകയാണ് വേണ്ടത്. ഇതാണ് നാളിതുവരെ ജനങ്ങൾ ചെയ്തു വരുന്ന രൂപം എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഉടനീളം എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്ർ ചെല്ലുക, ഖുർആൻ ഓതുക, പഠിക്കുക, പഠിപ്പിക്കുക തുടങ്ങി എന്തെല്ലാം, ഒന്ന് പല്ല് തേക്കുക ഉൾപ്പെടെ ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ ആ സമയത്തെല്ലാം ഖിബ്ലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.